ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ലെഗസി മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ ഓരോന്നോരോന്നായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ കൊണ്ടുവന്ന പുതിയ കറൻസി നോട്ടുകളിൽ നിന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം നീക്കം ചെയ്തിരിക്കുന്നു. ബംഗബന്ധു എന്നറിയപ്പെടുന്ന മുജീബിൻ്റെ പാരമ്പര്യം ഇല്ലാതാക്കാനുള്ള ഇടക്കാല സർക്കാരിൻ്റെ മറ്റൊരു ശ്രമമാണോ ഈ മാറ്റം? ആരാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ? ബംഗബന്ധു എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന മുജീബ് 1971 ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനാണ്. അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ സ്ഥാപകനായി. ദേശീയ അഭിമാനത്തിൻ്റെ പ്രതീകമായാണ് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത്. 1972 മുതൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ടാക്ക നോട്ടുകളിൽ 20, 50, 100, 1000 ഡെനോമിനേഷനുകളിലെല്ലാം ഇത്രയും കാലം സ്ഥിരം സാന്നിധ്യമായിരുന്നു. പക്ഷേ 2024 എല്ലാം മാറി. രാജ്യത്ത് കലഹങ്ങളുണ്ടായി. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ മുജീബിൻ്റെ മകളും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി. 15 വർഷം രാജ്യം ഭരിച്ച ഹസീനയുടെ അവാമി ലീഗിൻ്റെ മേൽ അഴിമതിയും അടിച്ചമർത്തലും ആരോപിക്കപ്പെട്ടു. പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഹസീനയ്ക്ക് ഒളിച്ചോടേണ്ടി വന്നു. ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. നോബൽ ജേതാവ് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വന്നു ബംഗ്ലാദേശിൽ. ഈ ഇടക്കാല സർക്കാർ പലപ്പോഴായി നടത്തിയ നീക്കങ്ങൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ രാഷ്ട്രപിതാവ് എന്ന ചിത്രത്തെ മായ്ച്ചു കളയുന്ന തരത്തിലായിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പുതിയ നോട്ടുകൾ. അതിൽ ഷെയ്ഖ് മുജീബിൻ്റെ ചിത്രം ഒഴിവാക്കിയിരിക്കുന്നു. പുതിയ നോട്ടുകളിൽ രാജ്യത്തെ ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ, ഷഹീദ് സ്മാരകം, പ്രക്ഷോഭങ്ങളുടെ ഗ്രാഫിറ്റികൾ തുടങ്ങിയ ചിത്രങ്ങളാണ് പകരമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 ജൂലൈയിലാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ഈ പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തിനെതിരായ ജനകീയ മുന്നേറ്റമായി മാറി. അഴിമതി, പ്രതിപക്ഷത്തിനെതിരായ അടിച്ചമർത്തൽ, തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഹസീനയെ വേട്ടയാടി. ഓഗസ്റ്റിൽ തന്നെ ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു. അവർ ഇന്ത്യയിൽ അഭയം തേടി. മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ 2025 അവസാനത്തിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തലാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ ഇടക്കാലത്തു തന്നെ ഈ സർക്കാർ ഹസീനയുടെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളെല്ലാം നീക്കം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. യൂനുസ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ സമയത്തു തന്നെ മുജീബിൻ്റെ പ്രതിമകൾ നശിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിച്ചിരുന്നു. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരം മുജീബിൻ്റെ ആഹ്വാനപ്രകാരമാണ് എന്നത് തിരുത്തി അത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു എന്നാക്കിയിട്ടുണ്ട്. മുജീബുർ റഹ്മാൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടവും എടുത്തു കളഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പട്ടം അഥവാ ബീർ മുക്തി ജോധ എന്നാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ഈ പദം പുനർനിർവചിച്ച് സർക്കാർ പുതിയൊരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് 1971 രാജ്യത്തെ വിമോചന യുദ്ധത്തിലെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അടക്കമുള്ള 400-ലധികം പ്രമുഖരുടെ പദവി നീക്കം ചെയ്യുന്നതിലേക്കാണ് നയിക്കുന്നത്. സയ്യിദ് നസറുൽ ഇസ്ലാം, താജുദ്ദീൻ അഹമ്മദ്, എം മൻസൂർ അലി, AHM ഖമറുസമാൻ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളെ ഇനി സ്വാതന്ത്ര്യ സമര സേനാനികളായി ഔദ്യോഗികമായി അംഗീകരിക്കില്ലെന്ന് നിയമമന്ത്രാലയത്തിലെ നിയമസഭാ പാർലമെൻ്ററി കാര്യവിഭാഗം ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ഓർഡിനൻസിൽ പറയുന്നു. പകരം അവരെ ഇനി വിമോചന യുദ്ധത്തിലെ കൂട്ടാളികൾ എന്നറിയപ്പെടുന്ന മുക്തിജുദ്ധർ, ഷൊഹജോഗി എന്നായിരിക്കും തരംതിരിക്കുക. ഇങ്ങനെ പല വിധത്തിൽ മുജീബിനെ മായ്ച്ചു കളയാൻ ഇടക്കാല സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മുജീബിൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് ഒഴിവാക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ്. പുതിയ നോട്ടുകളിൽ കാന്താജിയു ക്ഷേത്രം, അത്തിയ മസ്ജിദ്, പ്രശസ്ത ചിത്രകാരൻ സൈനുൽ ആബിദിൻ്റെ കലാസൃഷ്ടികൾ ഇവയെല്ലാം പകരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിസൈനുകൾ രാജ്യത്തിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നാണ് ബംഗ്ലാദേശ് ബാങ്ക് പറയുന്നത്. എന്നാൽ ഈ മാറ്റം എല്ലാവർക്കും അത്ര കണ്ട് സ്വീകാര്യമല്ല, പ്രത്യേകിച്ച് അവാമി ലീഗ് അനുഭാവികൾക്ക്. അവർ ഈ നീക്കത്തെ മുജീബിൻ്റെ പാരമ്പര്യത്തിനെതിരായ ആക്രമണമായാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു ദേശീയ ഐഡൻറ്റിറ്റിയെ പുനർനിർവചിക്കുകയാണോ? അതോ കേവലം രാഷ്ട്രീയ പ്രതികാരവാഴ്ചയോ? ചുരുക്കത്തിൽ ബംഗ്ലാദേശ് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ചിലർ ഇതിനെ രണ്ടാം സ്വാതന്ത്ര്യമെന്ന് പോലും വിളിക്കുന്നുണ്ട്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പകരം ബംഗ്ലാദേശ് ഒരു പുതിയ രാഷ്ട്രപിതാവിനെ തേടുകയാണ്. ഒരു പുതിയ ദേശീയ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. 2025 ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വർഷമാണ്. തെരഞ്ഞെടുപ്പുകൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി നിർണായക ഘടകങ്ങൾ ബംഗ്ലാദേശിന് ഈ വർഷം തീരുമാനിക്കേണ്ടതുണ്ട്.